ഓവർ തിങ്കിങ്. എന്തിനും ഏതിനും ഓവർ തിങ്ക് ചെയ്യുന്നവരാണ് നമ്മൾ എല്ലാവരും, അല്ലേ? ചെറിയൊരു കഥ പറയട്ടെ. ഒരിടത്ത് എല്ലാ കാര്യത്തിനും പറ്റിയിട്ട് ചിന്തിച്ചിരിക്കുന്ന ഒരു കുട്ടി ഉണ്ടായിരുന്നു. ഇവൻ എന്ത് ചെയ്താലും അവന് എപ്പോഴും ഒരു ടെൻഷനായിരുന്നു. അവൻ അതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. അവന്റെ മൂല്യങ്ങളും ബന്ധങ്ങളും തന്നെ അവനത് ഭയങ്കര പ്രയാസമായിരുന്നു. അവന്റെ ഫ്രണ്ട്സ് തന്നെ അവനോട് പറയും, നീ ഇങ്ങനെ ചിന്തിക്കാതെ എപ്പോഴും ഇതിനെപ്പറ്റി തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്തിനാണ്? അങ്ങനെ അവന്റെ ഒരു കൂട്ടുകാരൻ അവനോട് പറയാണ്, നീ ഒരു കാര്യം ചെയ്, അടുത്തുള്ള ആ ഒരു മൊണാസ്ട്രിയിൽ പോയിട്ട് അവിടുത്തെ സന്യാസിയോട് നീ പറയുക നിന്റെ വിഷമം. അങ്ങനെ ആ കൂട്ടുകാരന്റെ വാക്ക് പാലിച്ച് ഇവൻ അവിടേക്ക് പോവുകയാണ്. സന്യാസി കണ്ട പാടെ തന്നെ സന്യാസി ചോദിച്ചു, എന്താണ് നിന്റെ പ്രശ്നം? അവൻ പറഞ്ഞു, സന്യാസി, എനിക്ക് നല്ല തിങ്കിങ് ആണ്, ഞാനൊരു കാര്യത്തെപ്പറ്റി തന്നെ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കും. ആ ഒരു ചിന്ത കാരണം എനിക്ക് ഒന്നിനോടും ഒരു കോൺസെൻട്രേഷൻ ചെയ്യാൻ പോലും കഴിയുന്നില്ല. എന്റെ പഠിത്തോ എന്റെ ഭാവിയോ ഒന്നും എനിക്ക് ചിന്തിക്കാൻ കഴിയുന്നില്ല. അങ്ങനെ ഇരിക്കെ സന്യാസി ഒന്നും മിണ്ടാതെ തന്നെ മൊണാസ്ട്രിയുടെ അകത്തേക്ക് കയറിപ്പോയി. ഇത് കണ്ട് അവന് ഭയങ്കരമായിട്ട് ടെൻഷനായി. എന്തുകൊണ്ടായിരിക്കാം? അവൻ അങ്ങനെ ആലോചിച്ച് നിൽക്കുവാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് മൊണാസ്ട്രിയുടെ അകത്ത് നിന്ന് സന്യാസി പുറത്തോട്ട് വന്നു. കയ്യില് ഒരു ഗ്ലാസ് ഉണ്ടായിരുന്നു. ആ ഗ്ലാസ് നിറച്ചു വെള്ളവുമായിട്ടാണ് നമ്മുടെ സന്യാസി പുറത്തേക്ക് വന്നത്. ഇവന്റെ കയ്യിലേക്ക് കൊടുത്തിട്ട് പറഞ്ഞു, ഇത് നീ ഇങ്ങനെ പിടിച്ചിരുന്നാൽ നിനക്ക് എന്ത് സംഭവിക്കും? ഒന്നും സംഭവിക്കില്ല. നീ 1 മണിക്കൂർ ഇത് പിടിച്ചിരുന്നാൽ നിനക്ക് എന്ത് സംഭവിക്കും? ശകലം കൈയൊക്കെ വേദനിക്കും. വീണ്ടും സന്യാസി തുടർന്നു, ഇത് ഒരു ദിവസം നീ ഈ പ്രോസസ്സ് ഇങ്ങനെ തന്നെ പിടിച്ചിരുന്നാൽ, ഈ ഒരു ഗ്ലാസ്സിൽ വെള്ളം നിന്റെ കയ്യിൽ തന്നെ പിടിച്ചിരുന്നാൽ നിനക്ക് എന്ത് സംഭവിക്കും? അവൻ പറഞ്ഞു, ചിലപ്പോൾ എന്റെ കൈക്ക് വൈകല്യം തന്നെ സംഭവിക്കാം, എന്റെ കൈയുടെ ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞെന്ന് വരാം, എന്റെ കൈയുടെ പ്രയാസം കൂടിയെന്ന് വരാം. ആണല്ലോ? സന്യാസി ചോദിച്ചു. അതേ സന്യാസി. അവൻ ഉത്തരം പറഞ്ഞു, ഇതുപോലെയാണ് നിന്റെ പ്രശ്നവും. നീ ചിന്തിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കഴിഞ്ഞാൽ നിനക്ക് വേദന ഉള്ളിൽ തോന്നിക്കൊണ്ടേയിരിക്കും. നീ അതൊന്നുമില്ല, അതിപ്പോ ഗ്ലാസ്സിൽ വെള്ളം ഇരുന്നപ്പോ ആ ഒരു കയ്യിൽ പിടിച്ചിരുന്ന ആ ഗ്ലാസ് നീ ഒന്ന് നിലത്ത് വെച്ച് നിന്റെ പ്രശ്നമെല്ലാം തീർന്നില്ലേ? പക്ഷേ ഇവിടെ നീ എന്താ ചെയ്തത്? അത് ഗ്ലാസ് മുഴുവനും വെള്ളവുമായിട്ട് നീ 1 മണിക്കൂറോളം നിൽക്കുകയും 1 ദിവസം വരെ നിൽക്കുകയും ചെയ്താൽ നിന്റെ പ്രശ്നം എന്ത് ചെയ്യും? കൂടിക്കൊണ്ടേയിരിക്കും. അതുപോലെയാണ് നാം ഓരോരുത്തരും. നമുക്ക് എന്ത് പ്രശ്നം വന്നാലും അതിനെക്കുറിച്ച് തന്നെ ചിന്തിച്ചുകൊണ്ടിരിക്കും. പാസ്റ്റ് ഈസ് പാസ്റ്റ്, അല്ലെ? പാസ്റ്റ് ആണ്, അതിനെ പാസ്റ്റിനോട് വഴിയിലോട്ട് വിടുക. വന്നുപോയ പ്രശ്നങ്ങളും വീണുപോയ വഴികളും എല്ലാം മറന്നേക്കാം. നമ്മുടെ ജീവിതത്തെ ഹാപ്പി ആയിട്ട് നമുക്ക് സമീപിക്കാം. വന്നുപോയ പ്രശ്നങ്ങളെ ഒന്നും വീണ്ടും ആലോചിച്ചുകൊണ്ടിരിക്കാതെ ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതത്തെ അതിൻ്റെതായ വഴിക്ക് വിടുക. എന്തായാലും സക്സസ് കിട്ടും. ഹാപ്പി ലൈഫ്, സ്റ്റേ ലൈഫ്.